എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലെ വിവിധ തരം മരങ്ങളും അതിൻ്റെ പൂക്കളുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് വെരി ഇമ്പോർട്ടൻസ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരെയും വീണ്ടും വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം ടു ബൊട്ടാണിക്കൽ ഗാർഡൻസ്. നോക്കിക്കേ, അടിപൊളി വൈറ്റ് ഫ്ലവേഴ്സ് എൻ്റെ ബാക്കിൽ. ഓക്കെ, പക്ഷേ ഈ ബാക്കിൽ നല്ല മഞ്ഞ ഫ്ലവേഴ്സ് അല്ല, അരളിമരം സൂപ്പറല്ലേ. അതേസമയം ഈ ചെടി നമ്മൾ കാപ്പിമരം പോലെ ഉണ്ടാകും. അതാണ് വ്യത്യാസം. പക്ഷെ ഇതിനെക്കാട്ടിൽ വ്യത്യാസമാണ് നമുക്കിത് ഈ ചെടി കാണുന്നത് അല്ല. ഈ മരം അതിനെക്കാട്ടി പ്രത്യേകതയുള്ള ഒരു മരമാണ് അല്ലേ. നല്ല ഭംഗിയിൽ കാണാനായിട്ട്. കണ്ട രസമാക്കി. പൂക്കളുടെ കലവറയാണ്. എല്ലാ മരത്തിനും ആദ്യം ഇവിടെ പൂവാണ് വരുന്നത്, അതിനുശേഷമാണ് ഇലയും കായ്കളും ഒക്കെ വരുള്ളൂ. ഇവിടെ എല്ലാ മരങ്ങളും ഇങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് ഈ പൂത്ത ആ ഒരു ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെ നല്ല ഭംഗിയാണ് എല്ലാ പാർക്കും കാണാനായിട്ട്. പിന്നെ സീസൺ അനുസരിച്ചുള്ള ഓരോ പ്ലാന്റുകളാണ് പിന്നെ പൂക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ മരം നോക്കുന്നത്, ഈ മരത്തിന് മുഴുവനും വൈറ്റ് ഫ്ലവറാണ്. പക്ഷേ അതിൻ്റെ പുറകിരിക്കുന്ന ആ മരത്തിന് മൊത്തം മഞ്ഞ ഫ്ലവറാണ്. അതിൽ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു മരം അതിനെക്കാട്ടി ഭംഗിയാണ്. അത് മൊത്തം ഡബിൾ കളറിലെ ചുമന്ന ഫ്ലവേഴ്സാണ്. നമുക്കത് നോക്കാം. ചെറിയ പ്ലാന്റ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടത് ഡബിൾ കളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡബിൾ കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിങ്കും ഒരു റെഡിഷും കളറാണ്. അത് നിങ്ങൾക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെടും. ഓക്കെ, ഉണ്ടാ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇന്ന് സണ്ണ് ഇച്ചിരി ഡള്ളായതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഇച്ചിരി ക്ലിയർ ആയിട്ട് ഇപ്പോഴും കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഡബിൾ കളറാണ് കേട്ടോ, ഡബിൾ കളേഴ്സ്. അപ്പം നമുക്ക് തിരിച്ചങ്ങോട്ട് വിടാം. ഈ മരം വീണ് കിടക്കുന്ന മരം ഉണ്ടോ? ഉണ്ടോ? ഇത് ഡാമേജ് വന്ന മരമാണ്, പക്ഷേ എന്നാലും ഈ മരം പൂത്തിട്ടുണ്ട്. ഉണ്ടോ? നോക്കൂ, ഉണ്ടോ? ഡാമേജ് വന്ന മരമാണെങ്കിലും അതിൻ്റെ വർഷം ഞാനൊന്ന് കാണാനായിട്ടാണ് ഒരു ഗുണം കേട്ടോ. എങ്ങനെ അതിന് ഡാമേജ് വന്നു എന്ന് പറയാനായിട്ട് ഇതുണ്ട്, എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എന്താണ് അടി വെച്ചിരിക്കുന്നത് നോക്കട്ടെ. എന്താ ഈ ബ്രാഞ്ചുകൾ ഈ സൈഡ് മൊത്തം ഉണങ്ങിയൊരു പരുവായെങ്കിലും ഇതിൻ്റെ ശാഖകളിൽ നിന്നാണ് അടുത്ത ഇത് കിളിച്ചിരിക്കുന്നത്. കണ്ട നോക്കൂ. Isn't that amazing? Amazing, right? ഇതൊരു അമേസിങ് ട്രീ കണ്ട. അവിടെ മുഴുവനും ഒരു ഡാമേജ് വന്ന് മൊത്തം പോയൊരു ട്രീ ആണ്.
പക്ഷേ അതിൻ്റെ ശിഖരത്തിൻ്റെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് വീണ്ടും അത് ലൈവ്. അതിൻ്റെ ചുവട് നോക്കി, അതിൻ്റെ ചുവട് നോക്കി. ദിസ് ഈസ് ഹിസ്റ്റോറിക്കൽ. ഒക്കെ ചുവട് നോക്കി. പക്ഷേ ഇത് പൂത്തിരിക്കണം നോക്കി. Isn't that amazing? No, look. ഇവിടുന്ന് കണ്ടില്ലേ ദിസ് സെക്ഷൻ. അത് വേറെ റൂട്ടുണ്ട്, പക്ഷെ ആ തടി പോയത് എങ്ങോട്ടാ നോക്കി. That's amazing. Wow. മംഗോളിയ ട്രീയുടെ ആണ്. മംഗോളിയ. നമ്മുടെ നാട്ടിലെ അരളിച്ചെടിയുടെ കൂട്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഫ്ലവറിന് മാച്ച് ചെയ്യണത്, ഫ്ലവറിന് മാച്ച് ചെയ്യണ. നോക്കി എന്ത് രസമാണ് നോക്കിയ ഫ്ലവർ കാണാൻ. നോക്കി രസമുണ്ടല്ലേ. 3 ലെയറായിട്ടാണ് കേട്ടോ. Yeah, let's come here next Sunday. ഇതാണ് റോസ് ഗാർഡൻ. റോസ് ഗാർഡൻ അതാണ്. ഇവിടെ നിന്ന് ചെറിയ ബ്ലോസം കാണാൻ സൂപ്പർ വ്യൂസ്. അതിനകത്ത് വരുന്ന വീഡിയോസ് എല്ലാം ഇവിടുന്ന് വരണണ്ട. എനിക്ക് ഇതിനകത്തുണ്ടല്ലോ 3 ലെയറിൽ ഏത് വേണം എടുക്കണ്ട. മനസ്സിലായോ? 3 ലെയർ വരും. ഇത് 3 സെക്ഷനായിട്ടല്ല. വെള്ളയുള്ളതുണ്ടോ? 1, 2, 3. അവിടെ ഒരു 4 ഉള്ളു വെള്ള. ഓക്കെ. പൈൻ മരങ്ങളുണ്ട് ഈ സൈഡിൽ. ഇതൊക്കെ ഏത് വർഷത്തെ മരങ്ങളാണെന്ന് വരെ അവിടെ ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനും, അതായത് വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോഷൂട്ട് എടുക്കാൻ നല്ല ഏരിയ ഇത്. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള വെഡ്ഡിങ് ഷൂട്ട് എടുക്കാൻ പറ്റും. ചെറിയ ബ്ലൗസത്തിൽ ഫ്ലവർ ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ. ഫ്ലവർ ഇഷ്ടപ്പെടാത്തവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പാർക്കിലെ സെറ്റിങ് എല്ലാം നല്ല അടിപൊളിയാണ്. ആ സെറ്റിങ് ഉണ്ടോ?
നടക്കുമ്പോൾ മുകളിലെല്ലാം ഇപ്പോൾ ആ പോതപ്പുല്ല് മാറി നമ്മുടെ നാട്ടിലെ എന്താ ഒരു ചെടിയുണ്ടല്ലോ, ആ പുല്ല് കണ്ടാ, ഒരു സ്പെഷ്യൽ പുല്ലാണ്, ലിവിങ് പ്രൂഫ് കണ്ടാ. ആ റൂഫിൽ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ച് ഇപ്പോൾ സമ്മർ ആകുമ്പോഴത്തേക്ക് നിറയെ ഇലകൾ കിളിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയത് കാണാൻ. കണ്ട പോത മുതലുള്ള പുല്ലല്ലേ, അതങ്ങോട്ട് കിളിച്ചിങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ മരങ്ങളും ചെടികളും ഫോട്ടോഷൂട്ട് ഉണ്ടാകും. സ്റ്റെപ്പ് നോക്കി ഇറങ്ങാം, ഫോണ് മാറ്റി വെച്ചു. ഇങ്ങോട്ടാ പോണ്ടേ? ബാത്റൂമിൽ കയറണ്ടേ? പുറത്തോട്ടിറങ്ങിയാൽ പിന്നെ പുറത്തോട്ടിറങ്ങി അതിനകത്തല്ലേ കയറണ്ടേ? ഇതിനകത്ത് എൻട്രൻസിൽ എക്സിറ്റ് ഉണ്ട്, അതുവഴിയാണ് കയറണ്ടേ? ഞാൻ അതിനകത്തോടൊന്ന് കയറിട്ട് വരട്ടെ. ആ കാലിൽ ഇവിടെ കയറുന്നിടത്തില്ലേ? ഇത് പൂവായിട്ടില്ല കേട്ടോ, പൂവാകുന്നതേ ഉള്ളൂ. ഇതിൻ്റെ മറ്റൊരു വേർഷൻ പർപ്പിളാണ് ഇത്. എല്ലാ മരങ്ങൾക്കും ഡിഫറെൻറ്റ് സംഭവമുള്ളതുണ്ടാകും. പക്ഷെ ഇത് പൂത്ത് ഉണ്ടാ. നമുക്ക് ഇതുവഴി പുറത്തിറങ്ങാം, ഇതുവഴി പുറത്തിറങ്ങാം. പാർക്കുകളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അവർ പിടിച്ചാൽ നമുക്ക് പുറത്തിറങ്ങാം. അവരുടെ യാടിനകത്ത് നടന്നിട്ട് അവർ നമ്മളെ എടുത്ത് തോട്ടിലെറിയും. ഇതൊക്കെ ഇറങ്ങിയപ്പാ. ഓ, ഇതിനകത്ത് കയറല്ലേ? അത് അവിടെയായിരുന്നു കണ്ടേ, അവിടെയായിരുന്നു. ഇത് ഇങ്ങനെ കറങ്ങിപ്പോണമായിരിക്കും. നമ്മൾ അതുവഴിയല്ല ഇറങ്ങി വന്നു, ഇതുവഴി പോയി എടുക്കണം. ഓ, അതിനകത്ത് കയറാൻ പറ്റുമോ? പല 3 ഡിഫറെൻറ്റ് കളേഴ്സാണ്. ഇവിടെ പിക്ചർ വെച്ചിട്ടുണ്ടല്ലോ, ഹിസ്റ്റോറിക്കലാണത്. ഓരോ രാജ്യത്തു നിന്നും കൊണ്ടുവരുന്ന ഓരോരോ പല കളറിലെ ട്യൂലിപ്സുകളാണ്. ഓരോ രാജ്ഞികളുടെ ഇതാണ് കണ്ട. ചെടികൾ സമ്മർ തുടങ്ങിക്കഴിഞ്ഞാൽ ചെടികളുടെ പേട്ടകളിയാണ് ഗൈസ്. ഉണ്ടാ, എന്ത് ഭംഗിയുണ്ട് ഈ ചെടി നോക്കിയേ. ഉണ്ടാ, സൂപ്പറല്ലേ? എല്ലാ ചെടികൾക്കും ഇങ്ങനെ വെറൈറ്റി ഫ്ലവേഴ്സാണ്. ഇത് ഡബിൾ കളറിലെ ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കഴിഞ്ഞു. മറ്റൊരു ട്രീ അവിടെ കാണുന്നത് നല്ല ഭംഗിയാണ്. ഇത് കാണാം കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ ട്രീ ഉണ്ടാ. കെട്ടിയോൻ ഇന്ന് തുമ്മി ഒരു പരുവാകും. അടുത്ത മരം അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരാനായിട്ട്. ഇവിടെ ഇങ്ങനെയാണ് മരങ്ങൾ നട്ട് അടുത്ത സെക്ടർ. അടുത്ത ട്രീയുടെ ചുവട്ടില്ല.
ഇതാണ് ഈ ചെടിയുടെ ഈ മരത്തിൻ്റെ പേര് മംഗോളിയ. ഉള്ള സെറ്റിങ്ങാണ് സെറ്റപ്പ് ചെയ്തോണ്ടോ തണുപ്പല്ലേ, വീഡിയോസ് എടുക്കാൻ വരുമ്പോൾ അതിന് അവർ ഡ്രസ് ചിലപ്പം ഡേറ്റ് ഇതിൻ്റെ ആയിരിക്കും, സേവ് ദ ഡേറ്റിനുള്ള പിക്ചർ എടുക്കണം. ഇത്രയും തണുപ്പായതുകൊണ്ട് ചില ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സിലേക്ക് ഒരു ഡ്രസ് ചേഞ്ച് ചെയ്യാനായിരുന്നു. ഇല്ല നമുക്ക് ഇറങ്ങാം, ബാ ഇറങ്ങാം. ആണ് മംഗോളിയ പ്ലാസ. അരളി മാതിരിയുള്ള ചെടികളാണ് ഇതെല്ലാം. നമ്മുടെ നാട്ടിലെ അരളി ഉണ്ടല്ലോ, അരളി അരളി അരളി. അന്ന് നമ്മൾ കണ്ടപ്പോൾ ആ ഫ്ലവർസ് നിൽക്കുന്നുണ്ട. അമേരിക്കയിൽ മരളി പൂക്കും ഗൈസ്. കേക്ക് ഫ്രം ഹിയർ എല്ലാം ക്ലോസിലെടുക്കും.